ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ നെഞ്ചുളീൻ്റെ 5-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞാൻ നന്നാക്കുന്നത് സിറ്റ് ഔട്ടും പിന്നെ ലിവിങ് ഏരിയയാണ്. സോഫ ഇട്ട ഭാഗം ഒരു ചെറിയൊരു ഭാഗമാണ്. അതുപോലെ പുറത്ത് മാറാലിട്ടലും ഈ ഒരു പണിയാണ് ഇപ്പം ഇന്ന് എടുക്കാൻ വിചാരിക്കണേ. ഞാൻ നന്നായിട്ട് നെഞ്ചുള്ളി പണിയൊന്നും എടുക്കലില്ല, 1-2 ദിവസം കൊണ്ടൊന്നും തീർക്കലില്ല. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി എടുക്കുമ്പോൾ ഒരു ഇടങ്ങേറുമായിട്ട് തോന്നും. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലൈറ്റുകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഫാൻസി ലൈറ്റുകളൊക്കെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തൊക്കെ നന്നാക്കാനുള്ളൂ. പിന്നെ പുറത്ത് മാറാലൊക്കെ തട്ടുക. അതുപോലെ നമ്മൾ സോഫ ഇട്ട ഭാഗത്ത് കുറച്ച് വയറും കുന്തങ്ങളൊക്കെ ഉണ്ട്, ഇൻവെർട്ടർ, അതുപോലെ ക്യാമറൻ്റെ വയറും കാര്യങ്ങളും. അപ്പോൾ അവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തട്ടാനുള്ളൂ കാര്യമായിട്ട്. ഇപ്പം ഒന്ന് അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് മക്കളെ മൂഡിനനുസരിച്ചാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യൽ. അപ്പോൾ ഡൈനിങ് ഹാൾ മൊത്തത്തിൽ ഇപ്പോൾ ലിവിങ് ഏരിയ എല്ലാം കൂടി എടുക്കുമ്പോൾ കുറേ പണി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ സിറ്റ് ഔട്ട് പറഞ്ഞാൽ കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഫ ഇട്ട ഭാഗം കൂടിയാണ് നന്നാക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്ത് മാറാലും ഇതൊക്കെ തട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഉയരമാണ് ഇട്ട്. അപ്പോൾ മാറാലൊക്കെ തട്ട് പറഞ്ഞാൽ കുറച്ച് ഗതിയുള്ളൂ. അതുപോലെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലും നിറച്ച് മാറാലിട്ടിരുന്നു. കിളിയൊന്നുമില്ല. കിളിയൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ക്ലീനൊക്കെ കൊടുത്തിന്. പിന്നെ ക്ലീനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനൊക്കെ നോക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതേപോലെ പുറത്ത് മാറാലിട്ട് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. കുറേ ഉയരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്തുന്നിടത്തൊക്കെ ഞാനങ്ങനെ തട്ടും, അല്ലാത്തടത്തൊക്കെ വേറെയുള്ള വഴി കാട്ടിയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം മാറാലുണ്ടാവും. നമ്മൾ ഈ തേപ്പിൽ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ഗതികേട് ഇതാണ്, മാറാല് തട്ടി കിട്ടാനാണ് ഗതികേട്. പിന്നെ ബാക്കിൽ ഈ ഏസിൻ്റെ ഭാഗത്തൊക്കെ മാറാല നല്ലോണം ഉണ്ടാവും. അങ്ങോട്ടൊന്നും മാറാലക്കൊള്ളി എത്തൂല. അപ്പം ഞാൻ ചെയ്യൽ മാറാലക്കൊള്ളി ഉള്ളിലേക്ക് കുറച്ചൊന്ന് ഫിറ്റായി നിൽക്കുന്ന ഒരു PVC പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. വീട് പണീൻ്റെ ബാക്കിയുള്ള PVC പൈപ്പുകളൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് നീളമുള്ളൊരു PVC പൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ മാറാലക്കൊള്ളി തട്ടിയിട്ടാണ് ഞാൻ മാറാല തട്ടൽ. അപ്പോൾ പിന്നെ നല്ല ഉയരമുള്ള ഭാഗത്തേക്കൊക്കെ മാറാല തട്ടാൻ പറ്റും. അതുപോലെ ഈ ഏസിൻ്റെ ഭാഗത്തും ഇതൊക്കെ നമ്മൾ ആണുങ്ങളില്ലാത്ത മരത്തെ പണികളൊക്കെ ചെയ്യേണ്ടി വരില്ല. എനിക്ക് കോണി വെച്ചിട്ട് ഇങ്ങനെ മാറാലൊക്കെ തട്ട് പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൺഷെയ്ഡ് ഇങ്ങനെ ചെരിഞ്ഞ വാർപ്പായതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ നടന്ന് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. കൈ ഇങ്ങനെ ഈ പൈപ്പും കാര്യമൊക്കെ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് പോകും. കൈ നല്ലോണം കടി മരത്തെ പണിയെടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല സുഖം ഉണ്ടാകും. പക്ഷേ ചെയ്യുമ്പോൾ അത്ര കണ്ട് സുഖമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് കൈ കടിയും, പിന്നെയും വെക്കും, പിന്നെയും എടുക്കുക. അങ്ങനെയാണ്. കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യൽ. ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഈ മുൻഭാഗത്തുള്ള ഈ ഉയരമുള്ള മേലെ ഭാഗത്ത് ജനാലുണ്ട്, ആ ഭാഗത്തൊക്കെ മാറാല നല്ലോണം ഉണ്ടാവും. ഇങ്ങനെ ഈ പുറത്തേക്ക് ഇങ്ങനെ പുറം തള്ളിയിട്ടുള്ള ഡിസൈനൊക്കെ ആകുമ്പോൾ അവിടെ നല്ലോണം മാറാലുണ്ടാവും. പിന്നെ അത് തട്ടി കിട്ടാനാണ് ഗതികേട്. നല്ല ഉയരം തന്നെ നല്ലോണം ഉയരമുണ്ട്. അപ്പോൾ ഈ ഒരു ഇതേപോലെ ഈ ഭാഗത്തുമൊക്കെ അതേപോലെ മാറാലയും കാര്യങ്ങളും എല്ലായിടത്തും പുറത്ത് മൊത്തത്തിൽ മാറാലൊക്കെ തട്ടിയെടുത്തു. മാറാലിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് സോഫൻ്റെ അത് കുഷ്യനും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വെയിലത്തിട്ട്, അത് കഴുകലൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെയിലത്തിട്ട് ഉണക്കിയെടുക്കലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ മൊത്തത്തിൽ സോഫൊക്കെ ഒന്ന് മറിച്ചിട്ടിങ്ങനെ. എന്നിട്ട് ആദ്യം തന്നെ ഇവിടെ ഇൻവേർട്ടറും അതുപോലെ ക്യാമറൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടായി നോക്കിയതാണ്. അപ്പോൾ പൊടിയൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഞാൻ പൊടി തട്ടുന്ന ഒരു സാധനമുണ്ട്, ആ സാധനം കൊണ്ട് പൊടി ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ നനഞ്ഞ തുണി കൊണ്ടൊന്നും തുറക്കലില്ല. പിന്നെ അതിനെന്തെങ്കിലും പറ്റിയത് നന്നാക്കാൻ എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പൊടി മാത്രം തട്ടിയെടുക്കുള്ളൂ. ഈ വയറ് തോനുണ്ടാകുമ്പോൾ എന്തായാലും പൊടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടി പിന്നെ പറ്റണത് ഊതിയെടുത്ത് പുറത്തേക്ക് തള്ളി വിടുകയാണ്. പിന്നെ അത് അപ്പം തന്നെ അത് അടുക്കും ചെയ്യും. അത് തുറന്നിടലില്ല. കുട്ടികളുടെ അടി തുറന്നിട്ടാൽ പിന്നെ നെറ്റും കാര്യം ഒന്നും ഉണ്ടാവില്ല. മൊത്തം വയറായതുകൊണ്ട് മനുഷ്യന് പേടിയാണ്. പിന്നെ അതിൻ്റെ മേലെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ ബോക്സ് ഉള്ളത്. ഇവിടെയൊക്കെ ഇതൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലാക്കി വെച്ചോളൂ. ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ആക്കിയൊന്നും വെക്കാൻ പറ്റില്ല. അതുപോലെ ഇത് ഇങ്ങനെ വൃത്തിയാക്കാൻ ഇങ്ങനെ ഒരു അടിയിലൊരു ചക്രമൊക്കെ കൊടുത്തിരിക്കണം. അതൊക്കെ നമ്മൾ ആൾ തന്നെ ചെയ്താണ് കേട്ടോ. ചെയ്തിട്ട് പിന്നെ ഇതും ഇങ്ങനെ ശീലെടുത്തൊന്നും തുടക്കലില്ല. എനിക്ക് പേടിയാണ് എന്തെങ്കിലുമൊക്കെ പറ്റി ഷോക്കടിച്ചാലോ വിചാരിച്ചിട്ട്. അപ്പോൾ പൊടി ഇങ്ങനെ പറ്റണിടത്തോളം ഇങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ്. അതിൻ്റെ മേലെ ഭാഗമൊക്കെ ഇങ്ങനെ ശീലമായിട്ട് തുടച്ചൊക്കെ എടുക്കും കേട്ടോ.
സാധനങ്ങൾ കൂടുന്നിടത്തോളം നമുക്ക് പണിയും ഇരട്ടിമേൽ ഇരട്ടിയാവുള്ളൂ. എത്രത്തോളം സ്ഥലം ഒഴിഞ്ഞ് കിടക്കണം നമുക്ക് എത്രത്തോളം പണികൾ നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ ഇങ്ങനെ സ്ഥലം ഒഴിഞ്ഞെടുക്കൽ വിചാരിച്ചുകൊണ്ട് സാധനം വെക്കാൻ നിന്നാൽ നമുക്ക് അതിനേക്കാളും പണി കൂടി. ഈ പണികളൊക്കെ ഞാൻ രാവിലെ തന്നെയാണ് എടുക്കുന്നത്. മക്കൾ നീച്ചിട്ടുള്ളൂ. നീച്ച് വന്ന ഉടനെ തന്നെയാണ്. പിന്നെ വെയിലായാലും മുൻഭാഗത്ത് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ സിറ്റ് ഔട്ട് നന്നാക്കണോണ്ടേ അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിലായാൽ പിന്നെ മൊത്തം ചൂടായിക്കാറ്. അപ്പോൾ പിന്നെ അത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചൂടാകുന്നതിന് മുമ്പ് തന്നെ പണി തീർക്കാൻ വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ചോറും പണികളൊക്കെ ഇടയിൽ പോയി നോക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ വയറിൻ്റെ ഭാഗം മൊത്തത്തിൽ വൃത്തിയാക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെതൽ വരുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് തുടച്ചിട്ട് ഇൻവെർട്ടർ അങ്ങോട്ട് നീക്കി തന്നെ വെക്കുകയാണ്. മക്കൾ ഇങ്ങനെ ടി വി കാണുന്ന ഗ്യാപ്പിലാണ് ഈ ഒരു പണി എടുക്കുന്നത്. ഇങ്ങോട്ടൊന്നും അവരെ വല്ലാതെ കൊണ്ട് വരുത്തിക്കലില്ല. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി പിന്നെ ഈ സോഫ തുടക്കുക എന്നുള്ളത്. ഇതിൻ്റെ ബാക്കി സോഫയാണ് ഞാൻ മേലെ കൊണ്ടുപോയിട്ടിട്ടുള്ളത്. ഒന്നായിട്ട് ഇവിടെ വെക്കലില്ല. കുട്ടികൾക്ക് ചവിട്ടി ചളിയാക്കാനുള്ളൂ. പിന്നെ എനിക്ക് നന്നാകാനും ഗതികേടാണ്. ഈ മറ്റേ 2 ചെയറും കൂടി ഉണ്ടാകുമ്പോൾ അടിച്ചേരി വൃത്തിയാക്കാനൊക്കെ ഗതികേടാണ്. പിന്നെ ഇവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാം കൂടി ഇവിടെ താഴെ ഇരുന്ന് പൊടി പിടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മേലെ കൊണ്ടുപോയി വെച്ചതേന്. പിന്നെ താഴേക്ക് വെച്ചതുമില്ല. നന്നാക്കാൻ ഒന്ന് മാത്രം നമുക്ക് നന്നാക്കാനും സുഖമുണ്ട്. പിന്നെ ഇവിടെ ആരേ വന്നാൽ അധികം സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കൽ. ഞങ്ങൾ സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ളതുകൊണ്ട് പിന്നെ ഇതുകൊണ്ട് വലിയ ഉപകാരമില്ല. അപ്പോൾ പിന്നെ മേലെ തന്നെ വെച്ചു. ഇതിങ്ങനെ ഓരോ ഇടയിലും ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. എന്നാലേ കൊണ്ട് പൊടി പോയി കിട്ടുള്ളൂ. ദിവസം നന്നായി തുടക്കണം. അല്ലാഞ്ഞാൽ നല്ലോണം പൊടി ഉണ്ടാവും ഇതിന്മേൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇവിടെ ചെറിയൊരു വാൾപേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന് തുടക്കുക. പിന്നെ ഇപ്പോൾ എല്ലായിടത്തെയും പോലെ തന്നെ ജനാല തുടക്കുക, കർട്ടനൊന്ന് തുടക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ മക്കൾ ഇങ്ങനെ ടി വിയും കാണുന്നുണ്ട്. എൻ്റെ പണിയിൽ എന്നെ ചുയിപ്പാക്കാൻ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കർട്ടനും ഇതൊക്കെ വൃത്തിയാക്കി തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ച് ബോർഡൊന്ന് വൃത്തിയാക്കിയാണ്. ഇതൊക്കെ ഞാൻ ദിവസം തുടക്കണ സ്വിച്ച് ബോർഡ്. ഞാൻ അന്നാന്ന് എല്ലാ സ്വിച്ച് ബോർഡും തുടക്കലുണ്ട്. ഇവിടെ ഒന്നും പിന്നെ വലിയ ചെളിയൊന്നുമില്ല, കുട്ടികളെ കയ്യൊന്നും എത്താത്ത ഭാഗമായതുകൊണ്ട്. പിന്നെ ചുമരും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു. പിന്നെ ഇവിടെ നിലമൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇവിടുത്തെ പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞുള്ളൊരു സമാധാനമായി. കുറച്ച് അധികം സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൂടി നന്നാക്കുമ്പോൾ കഴിയൂല മക്കളെയും കൊണ്ട്. പിന്നെ ജനാല പുറത്തുനിന്നൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടിലാണ് പരിപാടി. ഞങ്ങളിവിടെ തയ്യലെന്നൊക്കെയാണ് കേട്ടോ സിറ്റ് ഔട്ടിന് പറയൽ. കഴിഞ്ഞിട്ട് ഫാന് തുടക്കുക. ഈ ഫാൻസി ലൈറ്റുകൾ തുടക്കുക. ഫാൻസി ലൈറ്റുകൾ കാണാനിങ്ങനെ നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ നന്നാക്കാൻ അത്ര രസമല്ല എനിക്ക്. കുറേ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുന്നിലുള്ള ഒരു വാൾപേപ്പർ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു ഇത് തുടച്ചെടുക്കണം. അതിൻ്റെ ബാക്കിലൊക്കെ നിറച്ചും പല്ലിക്കാട്ടുന്നുണ്ടാവില്ല. അങ്ങനെ അത് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലുള്ള ചുമര് ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. നിറച്ച് പല്ലിക്കാട്ടുകൾ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഞാനിപ്പോൾ ഒരു മാസമായിട്ടുള്ള നന്നാക്കിയിട്ട്. പല്ലിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മളെ ലൈറ്റും ഇതൊക്കെ തുടക്കണം. അതിൻ്റെ മേലൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. അതേപോലെ പാറ്റകൾ ഇങ്ങനെ നിറച്ചും ഉണ്ടാവും. നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ ഇതാകുമ്പോൾ പാറ്റ ശല്യം നല്ലോണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ മാത്രമാണ് വെള്ളം പാർന്നടിക്കൽ. വേറെയുള്ളിടത്തൊന്നും വെള്ളം പാർന്നടിക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയ ചാൻസല്ല. അപ്പോൾ വെള്ളം പാർന്നുകൊണ്ട് കൈകാറുമ്പോൾ ഒരു പ്രത്യേക വൃത്തി തന്നെയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചുമരുമ്മലൊക്കെ നല്ലോണം ഒന്ന് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ചുമരുമ്മൽ കുറച്ച് മക്കൾ പെണ്ണുകൊണ്ട് വരച്ചതും ഇതൊക്കെ ഉണ്ട്. അതുപോലെ ചളിക്കൈ കൊണ്ട് തൊട്ടതും എല്ലാം. അതുപോലെ ചുറ്റുമ്പടിമ്പലൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. ഒന്ന് പൊതിർത്തിയിടണം ആദ്യം തന്നെ. കസേരമ്മലൊക്കെ പൊതിർത്തിയിടുകയാണ്. എന്നിട്ട് മക്കൾ ഇവിടെ ഇങ്ങനെ പെണ്ണുകൊണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ നിലം വൃത്തിയാക്കുന്ന ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അതും പോയി കിട്ടിയിട്ടാണ്. ഫ്ലോർ ക്ലീനർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മഷിയും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് മനസ്സിലായി. കുറേ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടിലാകുമ്പോൾ എങ്ങനെ ആയാലും കുട്ടികളെ കയ്യും ഇതൊക്കെ എങ്ങനെ ആയാലും വരും.
അപ്പോൾ ചുമരൊക്കെ നല്ലോണം ഒന്ന് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ചേറ്റുമ്പടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ആദ്യം നല്ലോണം ഞാൻ വെള്ളം പറഞ്ഞ് എല്ലായിടത്തും അടിച്ചിക്കണം കേട്ടോ. എന്നിട്ട് അത് ചേറ്റുമ്പടി തുടച്ചതിന് ശേഷം ആണ് ആദ്യം കസാല അതിൻ്റെ മേലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടല്ലേ ബാക്കിയുള്ള നിലം തുടക്കാൻ പറ്റുള്ളൂ. കസാലപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. എന്നിട്ട് നല്ല തുണിയൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അത് നല്ലോണം പിഴിഞ്ഞിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് കയറ്റിയമ്പടീൻ്റെ മേലെ കയറ്റി വെക്കുകയാണ്. കയറ്റി വെച്ചതിന് ശേഷം ഫാൻ ഇട്ടിട്ട് അതൊന്ന് ഞാൻ ഉണക്കിയെടുക്കും. മരം ആയതുകൊണ്ട് നനവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഫാനൊക്കെ അപ്പം തന്നെ ഇട്ട് വെക്കും. അതിൻ്റെ നേരെ തന്നെ ഒരു ഫാനുണ്ട്, സിറ്റ് ഔട്ടിൽ 2 ഫാനുണ്ട്. ഒരു ഫാന് ആ ഒരു ഭാഗത്തേക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അടുത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. പിന്നെ 2 ചെടീൻ്റെ ഇതുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കണം. പിന്നെ നിലം മാത്രം തുടക്കണ പണിയല്ലേ ഉള്ളൂ ഇവിടെ. പിന്നെ അതുപോലെ കോളിംഗ് ബെല്ലിൻ്റെ അവിടെയും കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ പെയിൻ്റ് അടിക്കാൻ നിന്നാൽ പിന്നെ പൈസ മുതലാവില്ലല്ലോ, അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ പണി. കുട്ടികളുണ്ടാകുമ്പോൾ എങ്ങനെയായാലും ചളിയും കാര്യങ്ങളുണ്ടാകും. നമ്മൾ ഈ നഞ്ചുള്ളിക്കെങ്കിലും ഒന്ന് ചോരൊക്കെ ഒന്ന് കഴുകിയാൽ നമുക്കൊരു വൃത്തിയല്ലേ. നമ്മൾ നോമ്പൊക്കെ വരുമ്പോൾ എന്തായാലും ഒന്ന് വൃത്തിയാക്കി പറയുമ്പോൾ നമ്മളെല്ലാം മൊത്തത്തിലൊന്ന് വൃത്തിയാകുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖമാണ്. പെരും കൂടി ഒന്ന് വൃത്തിയായി കണ്ടാൽ തന്നെ എന്തൊക്കെയോ ഒരു സമാധാനമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് വൈപ്പർ കൊണ്ട് വടിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം വെള്ളം തന്നെ ഒഴിച്ചിരുന്നു. വടിച്ചെടുത്തതിന് ശേഷം നല്ലോണം തുണി മഫ് എടുത്തിട്ട് ആദ്യം ആ ഒരു വക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ സൈഡിലുള്ള മുക്കും മൂലകളും തുടച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള നടുഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കൽ. അങ്ങനെ 1-2 പ്രാവശ്യം തുടച്ചെടുക്കേണ്ടി വരും, അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ചുമര് ഈ ഭാഗത്തുനിന്ന് സ്പോഞ്ചൊക്കെ ഇട്ടിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ടൊന്ന് ഉരച്ചിട്ട് പൈപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ കഴിക്കണത്. നല്ലോണം ഒന്ന് ഉരതി വൃത്തിയാക്കി ഇരിക്കണം. ഇവിടെ ചെടികളൊക്കെ വെക്കണമെന്ന് കുറച്ച് എച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ ഒരു പണി ഏകദേശം രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേനൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു വെയിൽ ആവുമ്പോഴത്തേന് ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് നിർത്തണം. വെയിലായാൽ പിന്നെ അവർക്ക് ചവിട്ടാൻ കഴിയൂല, മരത്തെ വെയിലാണ്. അപ്പോൾ പിന്നെ വേഗം പണി കഴിക്കാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇത് നമുക്ക് നിന്നാണ്. പിന്നെയാണ് ബാക്കിയുള്ള ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ തുടച്ച് ഇതാക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശീലം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഓരോ ദിവസം പണി കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. ഇനി ബാക്കിയും കൂടിയല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട്. അപ്പോൾ സിറ്റൗട്ടും ഇതും കൂടിയാണ് കഴിഞ്ഞപ്പോൾ ഒരു പകുതിയോളം പണി കഴിഞ്ഞൊരു സമാധാനമാണ്. ഇനി കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ച് കണ്ട് നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ, ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഏകദേശം വൃത്തിയായി മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തൊരു ക്ലീനിങ് വ്ലോഗ് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ.